മൂന്നാം ഘട്ട സീറ്റ് അലോട്ട്മെന്റ് പൂർത്തിയായിട്ടും പരിഹരിക്കപ്പെടാതെ മലബാറിലെ +1 സീറ്റ് പ്രശ്നം. ഇതോടെ ശക്തമായ പ്രക്ഷോഭം തുടരാനാണ് പ്രതിപക്ഷ വിദ്യാർത്ഥി സംഘടനകളുടെ തീരുമാനം. കെ.എസ്.യുവിന്റെ നേതൃത്വത്തിൽ ഇന്ന് കോഴിക്കോട് കളക്ടറേറ്റിലേക്ക് മാർച്ച് നടത്തും. റിയാസ് കൈമാർ വിവരങ്ങളുമായി ചേരുന്നു. റിയാസ്, +1 പ്രശ്നം വലിയ പ്രതിസന്ധിയായി നിലനിൽക്കുകയാണ്. മൂന്നാം ഘട്ട അലോട്ട്മെന്റ് പൂർത്തിയായിട്ടും പരിഹരിക്കപ്പെടാതെയാണ് പ്രശ്നം നിലനിൽക്കുന്നത്. വലിയ പ്രതിഷേധത്തിന് സാധ്യതയുണ്ടെന്നൊക്കെയാണ് വിവരം. മലബാറിലെ ജില്ലകളിൽ ഒപ്പം തന്നെ ഇടുക്കി ജില്ലയിലുമെല്ലാം തന്നെ ഈ +1 സീറ്റ് പ്രതിസന്ധി വലിയ ഒരു പ്രതിസന്ധിയായി നിൽക്കുകയാണ്. ഏറ്റവും കൂടുതൽ ഈ ഒരു പ്രതിസന്ധി നേരിടുന്നത് മലപ്പുറത്തെ വിദ്യാർത്ഥികളാണ്. കൃത്യമായി കണക്ക് പറയുകയാണെങ്കിൽ മൂന്നാം ഘട്ട അലോട്ട്മെന്റിന് ശേഷം പോലും മലപ്പുറം ജില്ലയിൽ മാത്രം 32,410 വിദ്യാർത്ഥികളാണ് ഇപ്പോഴും സീറ്റ് ലഭിക്കാതെ പുറത്തുള്ളത് എന്നുള്ളതാണ്. എന്നാൽ മെറിറ്റിൽ മലപ്പുറം ജില്ലയിൽ അവശേഷിക്കുന്നത് കേവലം 44 സീറ്റുകൾ മാത്രമാണ്. മലബാറിലെ മറ്റ് ജില്ലകൾ പരിശോധിക്കുകയാണെങ്കിൽ കോഴിക്കോട് കേവലം 17 സീറ്റുകൾ മാത്രമാണ് ഇനി മെറിറ്റിൽ ബാക്കിയുള്ളത്. കണ്ണൂരിൽ 414 സീറ്റ്, കാസർഗോഡ് 494 സീറ്റ്, വയനാട് 91 സീറ്റ് എന്നിങ്ങനെയാണ് കണക്കുകൾ ഉള്ളത്. എന്നാൽ 50,000-ഓളം കുട്ടികൾ ഇപ്പോഴും മലബാറിലെ വിവിധ ജില്ലകളിലായി ഇത്തരത്തിൽ +1 സീറ്റ് ലഭിക്കാതെ പുറത്തു നിൽക്കേണ്ടുന്ന ഒരു സാഹചര്യമുണ്ട്. ഒരുപക്ഷെ ഈ ഏറ്റവും അവസാന അലോട്ട്മെന്റും അതിന്റെ റീ അലോട്ട്മെന്റും കഴിഞ്ഞാൽ പോലും ഒരു 10,000-കണക്കിന് വിദ്യാർത്ഥികൾക്ക് ഉപരിപഠനം സാധ്യമാകാത്ത രീതിയിൽ വരും. അവർ ഇനിയിപ്പോൾ സ്വകാര്യ കലാലയങ്ങളെ, പാരലൽ കോളേജുകളെ ആശ്രയിച്ചാൽ പോലും 10,000-കണക്കിന് വിദ്യാർത്ഥികൾക്ക് ഈ അവരുടെ ഉപരിപഠനം സാധ്യമാകാതെ വരുന്ന ഒരു സാഹചര്യമുണ്ടാകും എന്നുള്ളതാണ് കണക്കാക്കപ്പെടുന്നത്. ഈ സാഹചര്യത്തിലാണ് പ്രതിപക്ഷ വിദ്യാർത്ഥി സംഘടനകൾ അവരുടെ പ്രതിഷേധം കടുപ്പിക്കുന്നത്. മാർജിനൽ സീറ്റല്ല, അധിക ബാച്ചാണ് വേണ്ടത്. ഒപ്പം തന്നെ ബാച്ച് ഷിഫ്റ്റിംഗ് കൊണ്ടും കൃത്യമായ രീതിയിൽ പൂർണ്ണമായും ഈ പ്രശ്നം പരിഹരിക്കപ്പെടില്ല എന്നുള്ളതാണ് പ്രതിപക്ഷ വിദ്യാർത്ഥി സംഘടനകൾ വ്യക്തമാക്കുന്നത്. അതിന്റെ ഭാഗമായാണ് കെ.എസ്.യുവിന്റെ നേതൃത്വത്തിൽ ഇപ്പോൾ സംസ്ഥാന വ്യാപകമായി ഓരോ ജില്ലകളിലും മാർച്ച് സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നലക്കാട് നടന്നു. ഇന്നിപ്പോൾ കോഴിക്കോട് കളക്ടറേറ്റിലേക്കാണ് മാർച്ച് നടക്കുന്നത്. രാവിലെ 10:30 ശേഷമാണ് കോഴിക്കോട് കളക്ടറേറ്റിലേക്ക് കെ.എസ്.യുവിന്റെ മാർച്ച് നടക്കുന്നത്. ശക്തമായ ഒരു പ്രക്ഷോഭം തന്നെ ഇക്കാര്യത്തിൽ ഉണ്ടാകുമെന്ന് നേരത്തെ തന്നെ കെ.എസ്.യു വ്യക്തമാക്കിയിരുന്നു. അവരുടെ സംസ്ഥാനതല പ്രക്ഷോഭം തുടങ്ങിയതും കോഴിക്കോട് DDO ഓഫീസിന് മുൻപിലുള്ള ഉപവാസ സമരത്തിലൂടെയാണ്. ഈ ജില്ലാതലങ്ങളിലെ മാർച്ചുകൾക്ക് ശേഷം കെ.എസ്.യു സംസ്ഥാന കമ്മിറ്റി സെക്രട്ടേറിയറ്റിന് മുൻപിൽ ഉപവാസ സമരം സംഘടിപ്പിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് ശക്തമായ നിയമസഭാ മാർച്ചും സംഘടിപ്പിക്കും എന്നുള്ളതാണ് അറിയിച്ചിട്ടുള്ളത്. എന്തായാലും മുസ്ലിം ലീഗും MSF-ഉം അടക്കമുള്ള പ്രതിപക്ഷ സംഘടനകൾ ഈ വിഷയത്തിൽ പ്രതിഷേധവുമായി രംഗത്തുണ്ട്. സാമുദായിക സംഘടനകൾക്കും കടുത്ത പ്രതിഷേധം ഈ കാര്യത്തിലുണ്ട്. റിയാസ്, നമുക്കറിയാം മാർജിനൽ സീറ്റ് അതിൽ ഒതുങ്ങില്ല കാര്യങ്ങൾ എന്നുള്ള ആവശ്യമാണ് അവർ ഉന്നയിക്കുന്നത്. പുതിയ ബാച്ച് തന്നെ അനുവദിക്കണമെന്ന് ആവശ്യിക്കുന്നു. സർക്കാരിനെ സംബന്ധിച്ച് എന്ത് നിലപാടുമായി ഇപ്പോഴും തുടരുകയാണ്? നേരത്തെ തന്നെ വിദ്യാഭ്യാസ മന്ത്രി വ്യക്തമാക്കിയിരുന്നു, ഈ അലോട്ട്മെന്റ് എല്ലാം കഴിയുമ്പോൾ എല്ലാവർക്കും സീറ്റ് ഉറപ്പിക്കാം എന്നുള്ള ഒരു കാര്യത്തിൽ അദ്ദേഹം ഉറച്ചു നിൽക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. എന്നാൽ അതിൽ ഉൾക്കൊള്ളില്ല കാര്യങ്ങൾ എന്ന സ്ഥിതിയിലേക്ക് ഇപ്പോൾ സ്ഥിതിഗതികൾ മാറുന്നുണ്ടോ? എന്തുറപ്പിലാണ് ഇപ്പോൾ സർക്കാർ ഉള്ളത്? അന്ന് മന്ത്രി പറഞ്ഞ വാക്കുകൾ പോളിടെക്നിക്കുകളും ഒപ്പം തന്നെ പാരലൽ കോളേജുകളും എല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ളതാണ് എന്നുള്ളതാണ് പ്രതിപക്ഷ സംഘടനകളുടെ, വിദ്യാർത്ഥി സംഘടനകളുടെ ആരോപണം. ആ ഒരു സാഹചര്യം അത് ഒഴിവാക്കപ്പെടാൻ വിദ്യാർത്ഥികൾക്ക് കൃത്യമായ രീതിയിൽ മെറിറ്റ് അടിസ്ഥാനത്തിൽ തന്നെ സീറ്റുകൾ ലഭിക്കുന്ന സാഹചര്യം ഉണ്ടാകണമെന്നുള്ളതാണ് ഈ പ്രതിപക്ഷ വിദ്യാർത്ഥി സംഘടനകൾ ആവശ്യപ്പെടുന്നത്. മാത്രമല്ല, എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, ഈ അധിക ബാച്ച് പൊടുന്നനെ അനുവദിക്കുക എന്നുള്ളത് സർക്കാരിനെ സംബന്ധിച്ചും സാധ്യമല്ലാത്തൊരു സാഹചര്യമാണ്. നിലവിൽ വലിയ സാമ്പത്തിക പ്രതിസന്ധിയാണ് സർക്കാർ നേരിടുന്നത്. അതുകൊണ്ട് തന്നെ അധിക ബാച്ച് അനുവദിക്കുമ്പോഴുണ്ടാകുന്ന സാമ്പത്തിക പ്രതിസന്ധി വലുതാണ്. പക്ഷെ അപ്പോഴും പ്രതിപക്ഷ വിദ്യാർത്ഥി സംഘടനകൾ ചോദിക്കുന്ന ഒരു കാര്യം, ഈ മലബാറിലെ ഒപ്പം തന്നെ ഇടുക്കി ജില്ലയിലെയും +1 സീറ്റ് എന്ന് പറയുന്നത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. കഴിഞ്ഞ 8 വർഷമായി സമാനമായ സാഹചര്യമുണ്ട് എന്ന് പ്രതിപക്ഷ സംഘടനകൾ പറയുന്നു. മന്ത്രി പറയുന്നു കാലാകാലങ്ങളായിട്ട് ഈ വിഷയമുണ്ട്. നേരത്തെ വന്ന സർക്കാരുകൾ, UDF സർക്കാർ അടക്കമുള്ളവർ ഈ പ്രശ്നം പൂർണ്ണമായും പരിഹരിക്കാൻ ഇടപെട്ടിട്ടില്ല എന്ന് മന്ത്രിയും ചൂണ്ടിക്കാട്ടുന്നുണ്ട്. എന്തായാലും ഈ വിജയശതമാനം, SSLC വിജയശതമാനം വലിയ തോതിൽ ഉയരുന്ന സാഹചര്യത്തിൽ തന്നെ കുട്ടികളുടെ ഉപരിപഠനത്തിന് ആവശ്യമായ സാഹചര്യം ഒരുക്കേണ്ടത് അത് ഇനി ഏത് സർക്കാരായാലും അവരുടെ ബാധ്യത തന്നെയാണ്. പക്ഷേ അത് പൊടുന്നനെ സർക്കാരിന് വരുത്തി വയ്ക്കുന്ന സാമ്പത്തിക ബാധ്യതയുണ്ട് അധിക ബാച്ചുകൾ എന്നുള്ളത്. പക്ഷേ ക്രിയാത്മകമായ പരിഹാരം ഈ വിഷയത്തിൽ അനിവാര്യവുമാണ്. ശരി, റിയാസ് കൈമാർ കോഴിക്കോട്ട് നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നു. മറ്റൊരു വാർത്തയിലേക്ക് പോകാം.